എന്നാ ചെയ്യാനുള്ളത് ചെയ്യുക എന്ന് പറയുന്ന ഒരു ജോലിയാണ്. അതാണ് ഒന്നും സിജോട്ടാ. നമുക്കൊരു ചായ ആവല്ലേ. എന്നാണ് TVC ഫാക്ടറി ആഡ് ഫിലിം മേക്കിംഗ് ഒരു സിനിമ മേക്കിംഗിലേക്ക് മാറുക? ഇറ്റ്സ് പോസിബിൾ. ഈവൻ ഇപ്പൊ തന്നെ നമുക്കത് ചെയ്യാം. അത് ചെയ്യാത്ത പറ എന്ന് ഞങ്ങൾക്ക് അറിയണം, കാരണം ഞങ്ങൾക്ക് വന്ന് ചാൻസ് ചോദിക്കാനുള്ളതാണ്. ദിനേശേട്ടാ, ഞാൻ ദിനേശേട്ടനോട് ചോദിക്കുന്നത്, എന്ന് ആഡ് ഫിലിം സിനിമ മേക്കിംഗിലേക്ക് മാറും? ശരിക്കും ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാവരും നമ്മുടെ ഓഫീസിൽ തന്നെ ഉണ്ട്. അത് ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ പിന്നെ അഭിനയിക്കാനായിട്ട് സബാനുണ്ട്, ഞാനുണ്ട്, ഫൈസലുണ്ട്. എനിക്ക് അഭിനയത്തിനോട് അങ്ങനെ ഒരു താല്പര്യമില്ല. എനിക്ക് എൻ്റെ ഒരു പാഷൻ തന്നെ, ഒരു ഫോക്കസ് തന്നെ അഡ്വർടൈസിംഗ് ഒരു പ്രൊഫഷൻ ആക്കണമെന്നാണ്. അഡ്വർടൈസിംഗ് ഫിലിംസിൽ തന്നെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ നിങ്ങളെയൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ഫൈസൽ. അപ്പോൾ തൊട്ട് ഞാൻ കാണുന്നത് ഫൈസൽ രാത്രിയിലും പകലും 2 മണി 3 മണിയൊക്കെ വരെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. 24 മണിക്കൂറും പരസ്യത്തിന് പറയുകയാണ് പുള്ളി വേറെ ഒന്നിനും ടൈം മാറ്റി വെക്കുന്നില്ല, ചിന്തിക്കുന്നത്. അല്ല, നമ്മൾ ഇടയ്ക്ക് രാത്രി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴും ഫൈസൽ ഇരുന്ന് വർക്കാണ്. അതാണ് ഞാൻ ഫൈസൽ കണ്ട ഏറ്റവും വലിയൊരു ഗുണം. കള്ളമല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഞാൻ കാണുന്നുണ്ട്, സ്ഥിരം കാണുന്നൊരു സംഭവം. അത് വേണമല്ലോ. ഇത് വീട്ടിൽ തന്നെയാണ്. ഇപ്പൊ ഒരു പരസ്യം അത് ഷൂട്ട് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് വരെ അല്ലേ നമുക്ക് അതിനകത്തേക്ക് ഇത് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പരസ്യത്തിൻ്റെ മുമ്പ് ഒരുപാട് റെഫറൻസ് വീഡിയോസൊക്കെ കണ്ട് ചെയ്തത് ശരിയാണോ, പ്ലാൻ ചെയ്തത് ശരിയാണോ എന്നൊക്കെ കൂട്ടിക്കുഴക്കലും കൂട്ടിക്കുറക്കലും എല്ലാം ചെയ്ത് ഒന്ന് സെറ്റാവണം. ആ സെറ്റായി ഓക്കെ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന പരസ്യം എൻ്റെ കഴിവിൻ്റെ പരമാവധിയാണ് എന്ന് വിചാരിക്കുന്ന ലെവൽ വരെ ഇവർ ഹാർഡ് വർക്ക് ചെയ്യും. ഇവർ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇവർ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രഷർ കൊടുക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ ഞാനൊരെണ്ണം കണ്ടുപിടിച്ച് കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇവർക്ക് അതൊരു വിഷയമാണ്, വെല്ലുവിളിയാണ്. അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും ഒരു കാര്യം പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് ചേട്ടനെ തോൽപ്പിക്കുക. എന്നെ തോൽപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. എന്നെ തോൽപ്പിക്കുന്നവർ അവരാണല്ലോ ഗുരുവിനൊത്ത് വളർന്നു വരട്ടെ എന്നുള്ളതാണ്. ഒരു പ്രൊഡക്ഷനിലോട്ട് കയറി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഉറങ്ങുന്നത് തന്നെ ഒരു കോൺസെപ്റ്റ് മൈൻഡിലോട്ടായിരിക്കും. പലപ്പോഴും എഴുന്നേക്കുന്നതും നമ്മുടെ മനസ്സിൽ വരുന്നത് തന്നെയായിരിക്കും. അതേ കോൺസെപ്റ്റ് ആയിരിക്കും നമ്മുടെ മൈൻഡിലുണ്ടാവുക. അതുകൊണ്ട് പുതിയ തോട്ട്സും പുതിയതും എല്ലാം വരുന്നത് ഒരു ടൈമിലാണ്. തീർച്ചയായും ഒരു വേദന അത് എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 3:30 ആയിരിക്കും ഐഡിയ വരുന്നത്, രാത്രി 2:30 കുറിച്ച് കോൺസെപ്റ്റ് പറയാറുണ്ട്. ആണല്ലേ? എല്ലാവരും അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഭയങ്കര കാര്യമാണല്ലേ. ഇത് ആക്ച്വലി ഈ അഡ്വർടൈസിംഗ് ഫിലിംസിന് നോർമലി നമ്മൾ അതിനൊരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ സാധാരണ പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇങ്ങനെ ഒരു 3 സെക്ഷനാണ്. ഇതിൽ പ്രീ പ്രൊഡക്ഷനിൽ തന്നെ അതിൻ്റെ സ്റ്റോറി ബോർഡിങ്, അതിൻ്റെ കാസ്റ്റിങ്, അതിൻ്റെ ക്രൂ ഡിസൈഡ് ചെയ്യൽ, അതിൻ്റെ എല്ലാ പോയിന്റുകളും നോട്ട് ഡൗൺ ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് പരസ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 30 ദിവസം 60 ദിവസം കിടന്ന് വർക്ക് ചെയ്യണത്. ഇത്രയും പെർഫെക്റ്റ് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും കളർഫുള്ളായിട്ടും ക്യാച്ചിങ് ആയിട്ടും ആൾക്കാരുടെ ഇടയിൽ പരസ്യം എത്തിക്കാൻ പറ്റുള്ളൂ. ഇത്രയും വേൾഡിലെ നമ്പർ 1 ബ്രാൻഡ്സ് ഒക്കെ പരസ്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു പരസ്യം ആളുകൾ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേണം. അതുകൊണ്ട് ഒരു ദിവസം രാവിലെ പോയി പരസ്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിൻ്റെ ഒരു അങ്ങനെയുള്ള ഡയറക്ടേഴ്സ്, വലിയ ഡയറക്ടേഴ്സ് ആയിട്ടും വർമ്മ, VK പ്രകാശ്, നമ്മുടെ 1TV ഡയറക്ടറായ രതീഷ് അമ്പാട്ട്, നമ്മളെ ഇവരൊക്കെ കണ്ടിട്ടാണ് സാറിന് വരെ അഡ്വർടൈസിങ് ഫിലിം മേക്കിംഗ് ഇഷ്ടമാണല്ലോ. സമയം കിട്ടുമ്പോഴൊക്കെ ചെറിയ രീതിയിലുള്ള ഫിലിം മേക്കിംഗ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും സംസാരിച്ചല്ലോ. അപ്പോൾ ഇവരൊന്നും കാണാതെ ഇനിയും നമുക്ക് വെളിയിൽ നമ്മളിലേക്ക് വന്ന് ചേരാൻ നിൽക്കുന്ന നിങ്ങളുടെ ബാക്കി ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്. നമുക്ക് അവരെയും കൂടെ അങ്ങോട്ട് വിളിച്ചാലോ? ക്രിയേറ്റീവ് ടീംസ്, ചന്തു, ഉണ്ണി, എല്ലാവരും വരും. കേറി വാ മക്കളെ, കേറി വാ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ ആവും അല്ലേ? പിന്നെ ഫോട്ടോ മാത്രമല്ല, എല്ലാവർക്കും കൂടെ ഒരു ഓണപ്പാട്ടും കാര്യങ്ങളൊക്കെ ആണോ? ഏതാ പാട്ട്? കുഞ്ഞാഞ്ഞ ഓണം. ഫൈസൽ രാവിലെ തൊട്ട് റിഹേഴ്സൽ ചെയ്യുന്ന ഒരു പാട്ടുണ്ട്, ഫൈസൽ പാടും. ചെഞ്ചുണ്ടിൽ ഓണപ്പാട്ടാക്കി പാടാം. നമുക്ക് എല്ലാവർക്കും കൂടെ അതൊരു മാവേലി നാടുവാണിടും പറഞ്ഞിട്ട് ചെഞ്ചുണ്ടിൽ അതിൽ കൊണ്ടുവരും ചെയ്യാം. ഓക്കെ, മാവേലി നാട് പാടിടും. അപ്പം വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് TVC ഫാക്ടറിന്റെ ഒരു വലിയ പറ്റം ഗ്രൂപ്പുകൾ. ഇപ്പൊ കണ്ടാണ്, ഇപ്പൊ എല്ലാവർക്കും വിശ്വാസം വന്നാണല്ലോ. ഞാൻ പറഞ്ഞ കാര്യം വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതാണ് ഇവരുടെ ഗ്രൂപ്പ്. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. അവരെ പരിചയപ്പെടുത്തണം. ഓരോരുത്തരുടെ പേര് ജിൻസൺ. ഒച്ച പറയും. ജിൻസൺ,
ജിജോ TVC ഫാക്ടറിയിൽ ലൈൻ പ്രൊഡ്യൂസർ വർക്ക് ചെയ്യുന്നു. ജെറി ജേക്കബ് ബിഗോൾ ഉണ്ണികൃഷ്ണൻ അസിസ്റ്റന്റ് ഡയറക്ടർ. ഉണ്ണികൃഷ്ണൻ വിനിൽ മാത്യു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. വിനിൽ മാത്യു ഇതിലൊക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ചെറിയൊക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന പിള്ളേർ. ജിജോ മോൻ MBA ആണ്. ജിജോ MBA കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ജസ്റ്റിൻ അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് റോബിൻ അക്കൗണ്ട്സ്. റോബിനാണോ? റോബിൻ ക്ലിന്റൺ ജോൺസൺ. പേര് ക്ലിന്റൺ. ഓക്കെ. അപ്പം എല്ലാവരും പരിചയപ്പെട്ടാണല്ലോ. ഇനിയുണ്ട് ഇതിലെത്താൻ സാധിക്കാത്ത കുറേ പേര് ഇനിയുണ്ട്. അവരെ നമുക്ക് പിന്നീട് ഏതെങ്കിലും ഇന്റർവ്യൂവിന് കാണാം. ഇപ്പൊ നമുക്കൊരു ഓണപ്പാട്ട് പാടിയാലോ സുജേട്ടാ? നമ്മുടെ കൂടുതൽ ഏറ്റവും നല്ല സിംഗർ ദിനേശാണ്. ദിനേശിന്റെ ചെഞ്ചുണ്ടിൽ നല്ല പാട്ടാണ്. നമുക്ക് മാവേലി ഓണത്തിന്റെ ഒരു പാട്ടിലൂടെ തുടങ്ങി ചെഞ്ചുണ്ടിലെത്താം. ഓണത്തിന് പാട്ടെന്ന് പറയുമ്പോൾ ഓരോ പാട്ടല്ലോ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും ഒട്ടില്ലതാനും ചെഞ്ചുണ്ടിൽ 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 തേനോ വാതിലില്ല മനുഷ്യരെല്ലാരും ഒന്നുപോലെ ചെഞ്ചുണ്ടിൽ 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 ചേർന്നു ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. മതി. അപ്പം ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു. അത് മാത്രമല്ല ഇനിയും TVC ഫാക്ടറി വേൾഡ് ഫുൾ അറിയപ്പെടുന്ന വലിയൊരു സ്ഥാപനമായി വളരട്ടെ. വേൾഡിലെ നമ്മൾ വിദേശങ്ങളിലുള്ള പരസ്യങ്ങൾ ഹാർഡ് ഡിവിഷനും മികച്ച ഒരു സിനിമാ താരമായി മാറട്ടെ. എനിക്ക് അവസരം തരണം. അതല്ല എനിക്ക് നടത്താൻ പറ്റുള്ളൂ. ഫുഡാണ് ഉദ്ദേശിച്ചത്. നടനാവാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങളതായിരിക്കും. ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അടുത്ത പരിസരത്തിൽ നിങ്ങൾ ചോദിക്കും ആണല്ലേ? സെക്കൻഡ് പടം തുടങ്ങിയ പരിപാടികൾ പിയാനിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം തമിഴ് റിലീസാകാൻ വേണ്ടി നിൽക്കുന്നു. ആണ്. അതേതാ പടത്തിന്റെ പേരെന്താ? ഒരു വാനവിൽ പോലെ. അപ്പൊ അത് റിലീസാകാൻ വേണ്ടി നിൽക്കുന്നു. അടുത്ത പടത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ സെവൻ നീ നടുക്കത്ത് വന്ന് നിന്റെ കൂടെ ഒരു ഫോട്ടോ നമുക്ക് ഇപ്പൊ തന്നെ എടുക്കാം. നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പോവാം. ഫോട്ടോ നമുക്ക് എടുക്കാം. അതിനു മുമ്പ് നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ കൂടെ ഉണ്ടല്ലോ. ഇനി എന്താണ് പറയാം? ഈ ഓണം TVC ഫാക്ടറിയിലൂടെ നമ്മൾ അടിച്ചു പൊളിച്ചു. ഒരുപാട് വിശേഷങ്ങൾ കേട്ടു. ഇനിയും ഇവര് വളർന്ന് വലിയ ഒരു വൃക്ഷമായി മാറട്ടെ. തീർച്ചയായിട്ടും TVC ഫാക്ടറിക്ക് ഇതുപോലെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം 1TV ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു. സാധാരണ ഒരു ചാനലും ഈ അഡ്വർടൈസിംഗ് ഫിലിം മേക്കേഴ്സിനെ ഇത്ര വലിയ കാര്യമാക്കി എടുക്കാറില്ല. പക്ഷെ എടുക്കണം. കാരണം നിങ്ങൾ വളർന്നാണ് വലിയ ഫിലിം മേക്കേഴ്സായി മാറുന്നത്. അല്ല, അതും മാത്രമല്ല ഈ ഒരു ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നത് അത് അത്ര വലിയ സീരിയസ് ആയിട്ട് അവർ എടുക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് എല്ലാ ചാനലുകളുടെയും ഇൻകം തന്നെ അഡ്വർടൈസിംഗ് ഫിലിംസ് ആണ്. പക്ഷെ ഞങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്യാൻ വേറെ കാര്യം കൂടെയുണ്ട്. നിങ്ങളുടെ ഇത്രയും വലിയൊരു കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്ചര്യമായി പോയി. ഇത്രയും വലിയൊരു കൂട്ടായ്മ, ഇത്രയും പേര് ഒരുമിച്ച്, അതും എല്ലാവരും നോക്കി ഏതാണ്ട് വെള്ളക്കൂടത്തിനാണ് എനിക്ക് ചെന്നുപോലെ ഉണ്ട് എല്ലാവരുടെ. അതുപോലെ തന്നെ ഇവരുടെ മനസ്സാണ്. എന്താണ് എനിക്ക് തോന്നുന്നത് 1TVയുടെ ബാക്കപ്പ് ബോണായിട്ട് കുറെ ആഡ് ഫിലിം മേക്കേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ദേശം നമ്മുടെ അനിലും ലാൽ ജോസും ഇവരൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു വാല്യൂ അറിയാം. അല്ലേ? 100%. കാരണം നിങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സ് കൂടെയാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അല്ലേ? ഓണം എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കുക. ഞാൻ കൈവിടുന്നു. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. അപ്പൊ എല്ലാവർക്കും 1TVയുടെ വക ഓണാശംസകൾ. വീണ്ടും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കാം. ഞങ്ങളെല്ലാവരും കൂടെ ഇനി വെള്ളഷർട്ട് മാറ്റി ഇനി വേറെ കറുപ്പ് സെവാൻ മാത്രം വെള്ളയിടെ ഞങ്ങളൊക്കെ കറുപ്പിടാം എന്നാണോ? എന്തായാലും ആയിക്കോട്ടെ. അടുത്ത പ്രാവശ്യം നമുക്ക് ഇനിയും അടുത്ത ക്രിസ്മസിനോ ഇതിനൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും TVC ഫാക്ടറിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു.
രണ്ട് വലിയ വ്യക്തികൾക്ക് പിന്നിൽ ഒരുപാട് ചെറുപ്പക്കാർ കൂട്ടുചേർന്ന് ഒരു വലിയ സംരംഭം. ഈ സംരംഭം വളർന്ന് പന്തലിക്കട്ടെ. എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നവർക്ക് അതിനെ കൂടുതൽ നിങ്ങൾക്കുമുണ്ട് ഓണാശംസകൾ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്. ബൈ ബൈ.